ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ പാടിയേ. കഴിഞ്ഞോ? എൻ്റെ ദൈവമക്കളെ, ഹല്ലേലൂയ പറയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് വലിയ ഭാഗ്യാന്നറിയോ? നിങ്ങൾ തെറി വിളിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പുത്തൂർ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. എന്നാൽ അങ്ങനെ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വിളിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും കേൾക്കിയാ വിളിക്കുന്നത് അല്ലേ? വഴക്കുണ്ടാക്കുന്നവർ ശ്രദ്ധിച്ചിട്ട് ആരും കേൾക്കാതെയാണോ? അല്ലല്ലോ. എന്തൊരു ആവേശമാണ്, എന്തൊരു എനർജിയാണ് അല്ലേ? അല്ലേ? രാഷ്ട്രീയക്കാരുടെ പ്രകടനങ്ങൾ പോകുന്ന കണ്ടിട്ടുണ്ടോ? മുഷ്ടി യുദ്ധം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ ആവേശം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങൾ എന്തു തന്നെയാകട്ടെ, അതിനോടുള്ള അവരുടെ ആ എനർജി ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ സത്യത്തിൽ അതിൻ്റെ അർത്ഥം അറിയാമോ? എല്ലാവരും വന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, ദൈവം മഹാദൈവം, രാജാവും ഭയത്തിനും ബഹുമാനത്തിനും യോഗ്യൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഹല്ലേലൂയ. അതൊരു ഓപ്ഷണൽ, ഇറ്റ്സ് ആൻ ഓർഡർ ടു എവരി ക്രിയേഷൻ. ബൗ ബിഫോർ ദ ലോർഡ്. എല്ലാ സൃഷ്ടികളോടും സൃഷ്ടിതാവായ ദൈവത്തിന് മുൻപിൽ മുട്ടുകുത്താൻ പറയുന്ന ഒരു ആഹ്വാനമാണ് ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുപാടി ഇങ്ങനെ പോകുമ്പം പാട്ട് നിർത്താൻ വേണ്ടി ദൈവദാസന്മാർ ഉപയോഗിക്കുന്ന സാധനമല്ല ഹല്ലേലൂയ. ഒട്ടും മടികൂടാതെ നിങ്ങൾ ബൈബിളിൽ ആദ്യം 5-ാം ദിവസം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. 5-ാം ദിവസത്തിലാണ് ദൈവം അനുഗ്രഹിച്ചു എന്ന വാക്ക് കാണുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പം തപ്പണ്ട, ഹോംവർക്കാണ്. 1:22 കിടപ്പുണ്ട്. ദൈവം അനുഗ്രഹിച്ചു. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞ പദം. അങ്ങനെ സംവിധാനം ഉണ്ടോ? അടിപൊളി. 22 അല്ല, അടുത്ത മോനെ. ഇതാണ്ടോ, കണ്ടോ? നിങ്ങൾ കാണാണ്ടോ? ഇവിടെ ഉണ്ടോ? ഓ, ഫുൾ സെറ്റപ്പാണ്. സന്തോഷമുണ്ട്. ഇതിൻ്റെ ഈ സെറ്റപ്പിനനുസരിച്ച് ആത്മമണ്ഡലം സെറ്റപ്പ് ആകണം. AC, TV. എനിക്ക് ഭയങ്കര സന്തോഷം ദൈവം. എനിക്ക് യാതൊരു അസൂയില്ലാതെ ഞാൻ പറയാം, നമ്മുടെ ചർച്ചകളൊക്കെ അടിപൊളിയാക്കണം. കയറി 2 സ്വോത്രം പറയാൻ തോന്നുന്നു. ഇത് ചില ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുക്കിലിയും പിടിച്ച് മൊത്തം പോച്ചയും നിറഞ്ഞ് അവിടെ ഇവിടെ മുഴുവൻ കടലാസും കീറിയിട്ട് ഒരു 20-40 ഒരു കെട്ടിടം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടില്ല. സ്വോത്രം. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഈ ആലയം മനോഹരമായിരിക്കുന്ന പോലെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളും മനോഹരമാകണം. ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ടല്ല ഈ സാധനം. ദൈവം അനുവദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ വരണം കേട്ടോ, പിണങ്ങരുത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു മുന്നറിവുമില്ല, നിങ്ങൾക്ക് എന്നെക്കുറിച്ചും. ഇപ്പം ഞാനിവിടെ പറയുന്ന എല്ലാം നിങ്ങളോടാണ്. നിങ്ങൾ സദ്യ കഴിച്ചിട്ടുണ്ടോ? സദ്യ ഇവിടുത്തെ അല്ല, തൃശ്ശൂർ സൈഡത്തെ സദ്യ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവിടുത്തെ കല്യാണം വല്ലതും കൂടിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പം ഇലയുടെ ഒരു സൈഡിൽ, ഞങ്ങളുടെ അവിടെ വടുകപ്പുളി എന്ന് പറയും, ഇവിടെ എനിക്കറിയില്ല, ഒരു ഇത്രയും വന്നൊരു നാരങ്ങ. ഇവിടെ എന്താ പറയുക? കറി നാരങ്ങ അല്ലേ? നല്ല
ശക്തിയുള്ളത് അങ്ങ് വാങ്ങിക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയുവാണ് അല്ലേ, ഇങ്ങനെ കച 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 കചാന്നുകൊണ്ട് എന്ത് ചെയ്യും, അരിയും. എന്നിട്ട് പിറ്റേ ദിവസം ഇലയുടെ ഒരു സൈഡിൽ വെക്കത്തുള്ളൂ. സാമ്പാർ ഒഴിക്കുന്ന പോലെ ഒഴിക്കത്തില്ല, ഒരു സൈഡിൽ ഉണ്ടാവും. ചിലരൊക്കെ വരുമ്പോഴേക്കും അതെല്ലാം വടിച്ചെടുക്കും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ വരുവച്ചാ ചൂടായി വരും, ശരിയാവും. മോനിച്ചിനും കൂടി സൗണ്ട് വെച്ച് കൊടുത്തു, കുഴപ്പമില്ല, ഞാൻ അച്ചായമാർക്ക് പ്രയാസം വേണം. ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഓലൻ, അവിയല്, പുളിശ്ശേരി, പിന്നെന്താ കൂട്ടുകറി, ഇങ്ങനെ എല്ലാം കൂട്ടി കഴിച്ച് 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 അവസാനം ഒരു 3 കൂട്ടി ഒരു പായസമുണ്ട്. പാലട, പരിപ്പ്, പഴം പിടിക്കാം. ഇങ്ങനെ അടിച്ചു വരുമ്പോൾ തലയ്ക്ക് എന്ത് പിടിക്കും അറിയോ? മത്ത് പിടിക്കും. എന്ത് പിടിക്കും? മത്ത് പിടിക്കും. മത്ത് പിടിക്കുമ്പം നമ്മൾ ഈ സൈഡിൽ എന്ത് വെച്ചിട്ടുണ്ട്? അത് മറക്കരുത്, അതാദ്യം വെച്ച് നക്കി വിടരുത്, അതവിടെ സൈഡിൽ വെച്ചേക്കണം. ഇതും ഒന്ന് തൊട്ട് ഈ നാവുമേലൊന്ന് തൊടുമ്പം ഈ മത്ത് എന്ത് ചെയ്യും? മത്തിന് ഒരിളവ് കിട്ടും. മത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ഗ്ലാസ് അധികം പായസം കുടിക്കാം. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കറി നാരങ്ങ വരും. എന്നോട് എന്ത് ചെയ്യരുത്? അത് പറയാനാ. എന്നോട് എന്ത് ചെയ്യരുത്? പിണങ്ങരുത്. സ്വതം 5-ാം ദിവസത്തിലാണ് ദൈവം അനുഗ്രഹിച്ചു എന്ന് കിടക്കുന്ന പദം നമ്മൾ ആദ്യമായി കാണുന്നത്. ചുമ്മാ അങ്ങ് അനുഗ്രഹിച്ച് വിടുകയായിരുന്നില്ല. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. അഡീഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷനാണ്. എന്താ പെരുക്ക പട്ടിക അല്ലേ? ഗുണന പട്ടികയാണ്. അപ്പം അതുകൊണ്ട് 5-ാം ദിവസം പ്രതീക്ഷയോടിരുന്നോണം. ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ധാരണയൊന്നും എനിക്കില്ല. നിങ്ങളെല്ലാവരും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിനകത്ത് യാതൊരു അസൂയയില്ല, സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ പണി പകുതി കുറഞ്ഞല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. പെന്തിക്കോസ്റ്റിൽ ജനിച്ച് വളർന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ട് എനിക്കിതിൻ്റെ പല രീതികളോടും ബുദ്ധിമുട്ടുണ്ട്. ചർച്ചകോടിൻ്റെ അല്ല കേട്ടോ, അങ്ങനെയല്ല. പെന്തിക്കോസ്റ്റിൽ നിന്ന് കാണുന്ന പല കാര്യങ്ങളോടും എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. ഇതിനകത്തൊരു ദൈവസ്നേഹം വേണം, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ദൈവസഭയ്ക്കകത്ത് കയറിയെങ്കിൽ ഇതിനകത്തൊരു ദൈവസ്നേഹം വേണം. സ്തോത്രം പറ, നല്ല സ്തോത്രം പറ. ഇതിനൊക്കെയാണ് അന്യഭാഷ പറയേണ്ടത്, അല്ലാതെ പിശാചും കെട്ടും രോഗം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദൈവസ്നേഹം കൊണ്ട് നിറയണം. സഹോദര പ്രീതി നിലനിൽക്കണം. അങ്ങനെ പെന്തിക്കോസ് വളർന്നേ. സ്നേഹം കൊണ്ടും സഹോദര പ്രീതി കൊണ്ടും തൻ്റെ ജനം നിറഞ്ഞപ്പം ദൈവം തൻ്റെ ആത്മാവിനങ്ങ് പകർന്നു. കയ്യടി കൂടുമ്പോഴും ഡ്രമ്മടി കൂടുമ്പോഴും ഓർഗം വെച്ച് മൂപ്പിക്കുമ്പോൾ മൂത്ത് വരുമ്പോഴും വരുന്നതല്ല പരിശുദ്ധാത്മാവ്. സ്വതന്ത്രം പറ. ദൈവത്തോടുള്ള സ്നേഹവും ആ സ്നേഹം കൊണ്ട് ഉരുവായി വരുന്ന സമർപ്പണവും സമർപ്പണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിശുദ്ധിയും വിശുദ്ധീകരണത്തിൽ തികഞ്ഞു വരുമ്പോൾ തൻ്റെ കൂട്ടു സഹോദരനോടുള്ള കരുണയും ആർദ്രതയും വർദ്ധിച്ചു വരുമ്പം ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരികയാണ്. അതാ അങ്ങനെയുള്ള ഉണർവേ നിലനിൽക്കുകയുള്ളൂ.
മറ്റതെല്ലാം ഒരു ഉപരി വിപ്ലവമായി പോവും. അടിപൊളി യോഗമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം യോഗത്തിന് വന്നു, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ മുൻപേ പറഞ്ഞ മണ്ഡലം വെളിപ്പെട്ടാലുണ്ടല്ലോ, ഗസ്റ്റ് ഒന്നല്ല വിഷയം, ദൈവമാണ് വിഷയം. അവിടെടാ പ്രാർത്ഥിക്കടി എന്ന് പറയേണ്ട ആവശ്യകത വരത്തില്ല. വന്നിരിക്കുമ്പോഴേ പ്രാർത്ഥന തുടങ്ങും. ആരാധിക്കെന്ന് പറയേണ്ട ഗതികേട് വരികയില്ല. അവൻ ആത്മാവിൽ നിറഞ്ഞ സങ്കീർത്തനങ്ങളാൽ, സ്തുതിഗീതങ്ങളാൽ, ആത്മീയ ഗീതങ്ങളാൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന അതിനു വേണ്ടിയാണ്. സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടിയാണ്. ആലയത്തിനകത്ത് നിരന്തരമായി കത്തേണ്ട വിളക്ക് കരിന്തിരികളായി മാറിയതും കെട്ടുപോയതും തിരികെ നിന്ന് കത്താൻ വേണ്ടിയാണ് സഭയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്. അല്ലാതെ സഭയ്ക്കകത്ത് ഫണ്ട് കുറയായി, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അന്നൊരു ഉപവാസ പ്രാർത്ഥന വെക്കാം, അങ്ങനെ വരുത്തി നടത്തുന്നതല്ല ഉപവാസ പ്രാർത്ഥന. സ്വത്രം പറഞ്ഞില്ലല്ലോ. വർഷത്തിന് അവസാനമായി ഇത്രയും മാസം ചെയ്ത് കൂട്ടിയ പാപങ്ങ എന്നെല്ലാം കൂടി ഒന്ന് ഏറ്റുപറഞ്ഞ് ഈ വർഷം ഒന്ന് മാറി ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങൊക്കെ, അതിനൊന്നുമല്ല ഉപവാസ പ്രാർത്ഥന. സ്വത്രം പറ. ഉപവാസ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ആത്മതപനമാണ്. ദൈവമേ, എന്നിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവ തേജസ് എൻ്റെ ഇന്ദ്രിയങ്ങളിൽ വന്നിട്ടുള്ള പാപങ്ങൾ, ചിന്തകളിൽ, ഇടപാടുകളിൽ, ദൈവത്തോട് മനുഷ്യരോട് വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, അപ്പാ ഞാൻ നിന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. എനിക്ക് നിന്നോടൊരു പടി കൂടി എടുക്കണം കർത്താവേ. നിന്റെ സ്നേഹത്തിൽ എനിക്ക് നിത്യം വസിക്കണം കർത്താവേ. വിശുദ്ധീകരണത്തിൽ എനിക്ക് തികഞ്ഞു വരണം കർത്താവേ. ദൈവവചനത്തോട് എനിക്ക് കൂറും ഭയഭക്തിയും പുലർത്തണം കർത്താവേ. എനിക്ക് കുറേയും കൂടി വിശ്വസ്തനാകണം കർത്താവേ. നീ എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പൂർണ്ണ അളവിൽ വെളിപ്പെട്ട് വരാൻ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്നൊരുവൻ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് ഉപവാസ പ്രാർത്ഥനകളുടെ വിടുതലുകൾ സംഭവിക്കുന്നത്. അതെ, ഞാൻ ദേ വരുന്നു, ദേ പിടിച്ചൊന്ന് പറയുന്നതിലൊന്നല്ല ഉപവാസ പ്രാർത്ഥനയുടെ വിടുതൽ. സ്വത്രം പറ. ഒരുക്കപ്പെട്ട ജനത്തിന്റെ ഹൃദയത്തിന്റെ തകർച്ച കണ്ട് തകർന്നിരിക്കുന്ന ഹൃദയത്തിന്റെ മുറിവ് കെട്ടാൻ വേണ്ടി ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട് വരേണ്ടത്. ഇന്ന് പകൽക്കാലം അതിവിടെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര പേരുടെ ഹൃദയം അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്നുണ്ട്. ഒരു വാക്കും കൂടി പറഞ്ഞ് വാക്യം ഞാൻ വായിപ്പിക്കാം. പുതുവീഞ്ഞൊരിക്കലും പഴയ തുരുത്തിക്കകത്ത് ദൈവം പകരത്തില്ല. പഴയതും പുതിയതുമായി ചേർന്ന് പോകത്തില്ല. ദൈവത്തിന് അനുഗ്രഹവും വേണം, ഉഡായിപ്പും നടക്കത്തില്ല. ദൈവസഭയുടെ അംഗവുമാകണം, ലോകവും വേണം, നടക്കില്ല. സ്വതന്ത്രം ചെയ്യുന്നു. ദൈവീകമായത് വെളിപ്പെട്ടു വരണമെന്ന് താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവം പറഞ്ഞെടുത്ത് വന്നു നിൽക്കണം. എനിക്കിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകണം, ബസ് കയറി പോകേണ്ടത്. ഞാനിവിടെ നിൽക്കുകയാണ്. KSRTC ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാം. അപ്പോൾ ഒന്നും റൂട്ടുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? റൂട്ടിൽ വന്ന് നിന്നാലേ കാര്യം നടക്കൂ. അല്ലെങ്കിൽ പാറമേൽ വീണ വിത്ത് പോലെയാകും, മണൽമേൽ അടിസ്ഥാനമിട്ടതുപോലെയാകും. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് തോന്നും, പക്ഷെ ഇതിനൊന്നും സ്ഥായിയായി നിലനിൽപ്പ് കാണത്തില്ല. മാത്രമല്ല ദൈവനാമം ദുഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പഴയ തുരുത്തി
പൊളിച്ചു കളഞ്ഞ്, കർത്താവേ എന്നെ പുതുതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മേലാണ് ദൈവശക്തി ഇടിച്ചിറങ്ങുന്നത്. ഞാനാണ് ഇവിടുത്തെ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാനാണ് ഇവിടുത്തെ ആദ്യത്തെ വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. എന്റെ കുടുംബമാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന, നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ, കാര്യം നടക്കില്ല ദൈവസന്നിധിയിൽ. ഫണ്ട് കൊടുക്കുന്നതോ വർഷം പറയുന്നതോ ഒന്നും കൊണ്ടൊന്നും കാര്യം നടക്കില്ല. സ്വതന്ത്രം ചെയ്യുന്നു. കാര്യം നടക്കണമെങ്കിൽ നിങ്ങളെ ഇന്ന് തന്നെ ശുദ്ധീകരിപ്പീൻ. നാളെ ദൈവം നിങ്ങളുടെ നടുവിൽ ഒരു അതിശയം ചെയ്യും. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാരും കരുതരുത്. സ്വതന്ത്രം ചെയ്യുന്നു. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുമെന്നാരും ചിന്തിക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതുകൊണ്ട് പഴയ തുരുത്തിയിൽ നിന്ന് പുതിയ തുരുത്തിയാകാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു വെറുതെയാണ്. ഒരു പ്രസംഗം കേട്ടു പോകാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല. പലപ്പോഴായി പെയ്ത മഴ കുടിച്ചിട്ട് മുള്ളും പറക്കാരെയും മുളയ്ക്കാനായിട്ടിടയാകും. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പുതിയതാകാൻ വേണ്ടി സമർപ്പിച്ചോണം. നമ്മളൊരു വാക്യം വായിക്കുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്, 1-ാം അധ്യായം 13-ാം വാക്യം. 1:13. ആ ആ ആ ആ മതി. സഖരിയാവേ ഭയപ്പെടണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ഭയങ്കര പ്രേരണ കിട്ടും മുകൾ വശം താഴെ വശം വായിക്കണം. ഇപ്പോഴല്ല, വീട്ടിൽ പോയിട്ട് വായിക്കണം. സഖരിയാവ് എലിസബത്ത് കുടുംബത്തെയാണ് പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നത് 1-ാം അധ്യായത്തിൽ. മറ്റൊരു കുടുംബവും അവിടെ ഉണ്ട്, അത് മറിയയുടെ കുടുംബമാണ്. ജോസഫിനെ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, എങ്കിലും ഒരു കുടുംബമായിട്ട് എന്ത് ചെയ്യാം, കണക്കാക്കാം. രണ്ട് കുടുംബം, രണ്ട് രീതിയിലുള്ള ദൈവപ്രവൃത്തി. ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ ഞാൻ സംസാരിക്കാം. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. കർത്താവിൻ്റെ സകല കൽപ്പനകളിൽ കുറ്റമില്ലാതെ നടക്കുന്നവരായിരുന്നു. ആർക്കും ഒരു ആക്ഷേപം അവരെ കുറിച്ച് പറയാനില്ല. എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഇതുവരെ എന്തില്ല, ഇതൊരു ദൂതാണ്. അടഞ്ഞ ചിലത് ഇന്ന് പകൽക്കാലം തുറക്കാൻ പോവുകയാണ്. കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ പ്രാർത്ഥന വിഷയത്തിന്റെ മുകളിൽ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ ആത്മാവിൽ വിളിച്ചു പറയുന്നു,
പൊരിഞ്ഞിരിക്കുന്നത് പോലെ ഇരുന്നത്, ജാഗരിച്ചത്, കരഞ്ഞത്, ആത്മതപനം ചെയ്തത്, വിഷയത്തിന്റെ മുൻപിൽ നിന്ദിക്കപ്പെട്ട് നിന്ന സഹിച്ച് നാളുകളായി കുടുംബത്തിനകത്തു പോലും നിന്റെ ജീവിതത്തെ മുൾമുനയിൽ നിർത്തുന്നത് പോലെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുൻപിൽ നിന്റെ ജീവിതത്തെ നിർത്തി തുലാസിൽ തൂക്കി പിടിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ തൂക്കി പിടിച്ചിരിക്കുന്ന വിഷയത്തിന്റെ മുകളിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിടുതൽ കൽപ്പിക്കുന്നെന്ന് എന്നോട് ആത്മാവ് ഇടപെടുന്നുണ്ട്. പ്രതീക്ഷ അസ്തമിച്ചു. ഇനി ആ വിഷയം തിരികെ കിട്ടില്ല. മടങ്ങി വരുന്ന ആത്മാവ് പറയുന്നു, നിന്നിൽ നിന്ന് അകന്നുപോയത് മടങ്ങി വരുന്നെന്ന്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്നവന്റെ കരം നിന്റെ കുടുംബത്തെ ഇന്ന് പകൽക്കാലം തിരയുന്നുണ്ട്. നിന്നിൽ നിന്ന് കൈമോശം വന്നുപോയത്, നിന്നിൽ വെളിപ്പെടേണ്ടത് തടയപ്പെട്ടത്, നിന്നിൽ നിന്ന് പറിച്ചു കളഞ്ഞത്, നിന്നെ കാണിക്കത്തില്ലെന്ന് പറയുക, നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ലെന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിനകത്ത് നീ ആ പ്രതീക്ഷ വെക്കേണ്ടത് പറഞ്ഞത് ഇന്ന് പകൽക്കാലം ആത്മാവ് തുടർന്നു തുടർന്നു തുടർന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ കുടുംബത്തിൽ അന്യം നിന്ന് പോയത് ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കുന്ന തിരിച്ചു പിടിക്കുന്ന തിരിച്ചു പിടിക്കുന്ന പകൽക്കാലമാക്കി തമ്പുരാൻ മാറ്റുകയാണ്. തിരിച്ചു പിടിക്കുന്ന തിരിച്ചു ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ചിലത് മൂള പൊട്ടി വരുന്നത് പോലെ, മൂള പൊട്ടി വരുന്നത് പോലെ വിശ്വസിച്ചോ വിശ്വസിച്ചോ വിശ്വസിച്ചോ. സംശയങ്ങളൊക്കെ മാറ്റിവെക്ക്, സംശയങ്ങൾ മാറ്റിവെക്ക്. നിന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സൗഖ്യമാകുന്നു. അസ്യസംബന്ധമായ വിഷയത്തെ ദൈവം തുടർന്നു. ഇതിനൊരു അറുതി വേണ്ട കർത്താവേ. 1-2 വർഷമാണോ? എന്റെ തെറ്റെന്താ? അത് പറഞ്ഞത് ഞാൻ തിരുത്താലോ. എന്റെ കുറവാണെങ്കിൽ പറഞ്ഞത് ശരിയാക്കപ്പാ. അത് എത്ര വർഷമായി? ഇതിനൊരു അറുതി വെക്കപ്പാ.
മനുഷ്യരുടെ മുമ്പാകെ എന്നെ നിന്നയ്ക്കാക്കി ആക്കി വെക്കല്ലപ്പാ. ഓരോ പ്രാവശ്യവും ആലയത്തിനകത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പം ചങ്ക് പൊട്ടിയിട്ട് ആലയത്തേക്ക് പോകുന്നേ, പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. കാരണം ഒരു ശുശ്രൂഷകൻ നിലയിൽ കൂറുപ്രകാരം ആലയത്തിലേക്ക് പോകുമ്പം തന്നെ ഏൽപ്പിച്ചതെല്ലാം ചെയ്യണം. തനിക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി അത് ചെയ്യണം. ചെയ്തേ പറ്റൂ. അപ്പോഴും ഒരു സ്വകാര്യ ദുഃഖം തന്നെ പിന്തുടരുന്നുണ്ട്. സക്കറിയ പാസ്റ്റർ എന്തുകൊണ്ട് വെച്ചാൽ സുഖമായിരിക്കുന്നു, ശുശ്രൂഷകളൊക്കെ അടിപൊളിയായി പോകുന്നു, നന്നായി പോകുന്നു, സന്തോഷമായിരിക്കുന്നു, യാത്രകളൊക്കെ സുഖമായിരുന്നു, എല്ലാ വിശേഷം പറയും. അവസാനം പോകുമ്പം കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലേ, അതിലെല്ലാം പോകും അല്ലേ? ശരിയല്ലേ? ചില ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ പറ്റാതെ കുഴയുന്നില്ലേ? അത് മാത്രം കേൾക്കല്ലേ എന്ന് പറഞ്ഞ സമയങ്ങളില്ലേ? അത് മാത്രം എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ സമയങ്ങളില്ലേ? 1-2 വർഷമാണോ? അപ്പോഴും ദൈവത്തിൻ്റെ മുൻപാകെ കുറ്റമില്ലായ്മയിൽ കൈ കഴുകുന്നൊരു മനുഷ്യൻ. എന്തൊരു സമർപ്പണമാണത്! അപ്പം നേട്ടങ്ങൾ തരുമ്പോൾ മാത്രമല്ല, എടുത്തു കളയുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. എപ്പം? ഒന്നിന് പിറകായി ഒന്നായി തൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാതും പോയപ്പം. നീ മരിക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശം കാതുകളിൽ കേൾക്കുമ്പം ആശ്വസിപ്പിക്കാമെന്നവർ പോലും അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ഇടിച്ചിരുത്തിയ കാലഘട്ടത്തിൽ അല്ലേ, അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നീ എൻ്റെ മുൻപടച്ചു, നീ എൻ്റെ പിൻപടച്ചു, നിന്റെ കൈ ഭാരമായി വെച്ചു, മനുഷ്യരെ തലയിൽ ഓടിക്കുമാറാക്കി, തീയിലൂടെ വെള്ളത്തിലൂടെ കടക്കേണ്ടതായിട്ട് വന്നു. അപ്പം എല്ലാ ഞായറാഴ്ചയും എഴുന്നേറ്റ് ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് നല്ല സാക്ഷ്യം പറയാൻ സാധ്യതകളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇന്നല്ലേ നമ്മൾ ഈ പറയുന്നതൊക്കെ നമുക്ക് വന്നത്. ഒരു കെട്ട കാലഘട്ടം നമ്മുടെ പുറകിൽ ഉണ്ടല്ലോ ഇല്ലേ? നമുക്കില്ലെങ്കിലും നമ്മുടെ പിതാക്കന്മാർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്തുണ്ടായിരുന്നു? വസ്ത്രം മാറി 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 ധരിക്കാനുണ്ടായിരുന്നു. കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് ഓപ്ഷനാ. കാലത്ത് പുട്ട് വേണോ, ദോശ വേണോ, ഇഡ്ഡലി വേണോ? എൻ്റെ വീട്ടിൽ 4 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് പുട്ടാണ് ഇഷ്ടം, വേറൊരെണ്ണത്തിന് ഇടിയപ്പാണ് ഇഷ്ടം, വേറൊന്നിനും ഓംലേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് കൊടുക്കണം, വേറൊന്നിന് പകുതി മതി. ഇതിന് മാത്രം മുട്ട ഉണ്ടായിട്ടല്ലേ അല്ലേ? മുളക് ഞെരടി
കഞ്ഞിവെള്ളം കുടിച്ച കാലം ഉണ്ടല്ലോ. കഞ്ഞിയല്ല, കഞ്ഞിവെള്ളം. ഇഷ്ടം പോലെ തുണി വാങ്ങിച്ചു കൊടുത്തിട്ട് തുണിയില്ലാതെ നടക്കുന്നത് പോട്ടെ. മാറി ഉടുക്കാനില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. മക്കളെ, നിങ്ങളെ ചെറുപ്പക്കാരെ, എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വലിയ വീട്ടിൽ ജനിച്ച ഒരാളൊന്നുമല്ല, ഒരു സാധാരണ കുടുംബം. എൻ്റെ അച്ഛൻ പോലീസുകാരനായിരുന്നു, എൻ്റെ അമ്മ നേഴ്സായിരുന്നു. അതുകൊണ്ട് എല്ലാം ആയിന്ന് ചിന്തിക്കേണ്ട, ബാക്കി പറയുന്നതും കൂടി കേൾക്ക്. എൻ്റെ അച്ഛൻ്റെ മദ്യപാനം കാരണം ജോലി പോയതല്ല, പുള്ളി കളഞ്ഞു. തൻ്റെ സ്വത്ത് മുഴുവൻ താൻ നഷ്ടപ്പെടുത്തി. രാത്രി മക്കളെ സ്വന്തം വീട്ടിലല്ലേ കിടന്നുറങ്ങുന്നേ? അല്ലേ? ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്ന അയൽവാസികളുടെ പശുവിനെ കെട്ടുന്ന തൊഴുത്തിലായിരുന്നു. വീടില്ലാഞ്ഞിട്ടല്ല, രാത്രി മദ്യപിച്ച് വന്ന് അച്ഛനുണ്ടാക്കുന്ന പ്രതിസന്ധി. കയ്യിൽ എന്ത് കിട്ടുന്നോ അത് വെച്ചടിക്കുന്ന ഒരു സമയം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? ലാളിക്കും, അല്ലേ? എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എന്നെയും എൻ്റെ താഴെ ഒരു പെങ്ങളുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ മുറ്റത്തേക്ക് വലിച്ചെറിയില്ലായിരുന്നു തൻ്റെ ഹോബി. അപ്പൊ നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് വേണ്ടി സ്വോത്രം പറയണ്ടേ? വേണ്ട മോനെ? കാലത്ത് എഴുന്നേറ്റ് അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി സ്വോത്രം പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാവൂ. സ്വോത്രം മോനെ എന്നൊരു വിളി കേൾക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഒരു ദിവസം സന്തോഷത്തോടെ ഒന്ന് നടക്കുന്നത് കാണാൻ കൊതിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അവരുടെ പിതാക്കന്മാരുടെ കൈ പിടിച്ച് അമ്മയുടെ കൈ പിടിച്ചൊക്കെ നടക്കുന്ന കാണുമ്പം ചങ്ക് പിടഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇതിനൊന്നും ഭാഗ്യമില്ലാതെയായി പോയല്ലോ. പതിയെ മനസ്സ് കല്ലായി രാഷ്ട്രീയ മേഖലയിലേക്ക് പോയി, കൊട്ടേഷൻ മേഖലകളിലേക്ക് പോയി. ജീവിതം നശിപ്പിച്ചൊരു കാലഘട്ടം, ഒരു എന്താ പറയുക, പറയാൻ കൊള്ളാത്തൊരു കാലഘട്ടം എൻ്റെ പുറകിലുണ്ട്. അവിടെ നിന്ന് എന്നെ തിരികെ പിടിച്ചത് കാൽവറി ക്രൂശിൽ പിടഞ്ഞ യേശുവിൻ്റെ സ്നേഹമാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു അപ്പനായിട്ടില്ല, ഭാര്യ ഭർത്താവ് ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. ഒരു ദിവസം ആലയത്തിൽ ചെന്നപ്പം, കൂറുപ്രകാരം ആലയത്തിൽ ചെന്നപ്പം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുന്നു. കേട്ടിട്ടുണ്ട് ദൂതനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്, പക്ഷെ ഇതുവരെ അതുകൊണ്ട് ഇതില്ലെന്ന് പറയാൻ പറ്റുമോ? സ്വതന്ത്രം പറ. പരിശുദ്ധാത്മാവിനെ വിമർശിക്കരുത്. പലതും കാണിക്കുന്നത് പരിശുദ്ധാത്മാവിലെല്ലാം സമ്മതിക്കുന്നു. ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത്. എന്നൊരു ദേവദാസൻ കൂടെ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 5000 കള്ളനോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? വലിയൊരു എമൗണ്ട് അല്ലേ. എന്നൊരു 10,000 കള്ളനോട്ട് അടിക്കാം. ആരെങ്കിലും അടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും പറ, സ്വോത്രെങ്കിലും പറ. 500 എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം വേണ്ടതായിരുന്നു. ഒറിജിനൽ ഉള്ളതിൻ്റെ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് റിയലാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി റിയലാണ്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കും. ഇവിടെയും അത് വ്യാപരിക്കും. ഈ നിമിഷവും അത് സംഭവിച്ചേക്കാം. അന്യഭാഷ റിയലാണ്.
പ്രവചനം റിയലാണ്, രോഗശാന്തി റിയലാണ്, ഭൂതമണ്ഡലങ്ങൾ ഒഴിയുന്നത് റിയലാണ്. പക്ഷെ കാട്ടിക്കൂട്ടുന്ന എല്ലാതും റിയലാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നീ അത് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നീ ഇതിനെ വിമർശിക്കാനിരിക്കരുത്. വിശ്വസിക്കാൻ മനസ്സ് വെച്ചാൽ ഇന്ന് പകൽക്കാലം നിന്റെ മേലും ഇത് ഇടിച്ചിറങ്ങാൻ സാധ്യതകളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഈ ചർച്ചിനകത്തും വ്യാപരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അച്ഛാമേ, നിങ്ങളുടെ മേൽ ഈ ദൈവശക്തി ഒന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേൽ ഈ ദൈവശക്തി ഒന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്ത് ആ ദൈവശക്തി ഒന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ, ദൂതൻ ഇറങ്ങുന്നെന്ന് സെക്കരിയാവ് കേട്ടിട്ടേ ഉള്ളൂ. ഒരു വിഷയത്തിനകത്ത് വർഷങ്ങളായി അടഞ്ഞു കിടന്ന് ജീവിതം മുരടിച്ച് മടുത്ത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഡെഡ് എൻഡിൽ വന്നു നിൽക്കുന്ന മനുഷ്യന്റെ ലാസ്റ്റ് ടൈമിൽ ദൈവം തന്നെ ദൂതൻ ഇറക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ ദൈവം തിരുത്തി എഴുതിപ്പിക്കും. ഞാൻ ഈ പറയുന്നത് വെളിപ്പാടാണ്. ചില വിധി എഴുത്തുകൾ പൊളിയാൻ പോവുകയാണ്. ചില വിധി എഴുത്തുകൾ ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. കുഞ്ഞെ, നിന്റെ മേലുള്ള വിധിയെഴുത്തുകൾ പൊളിയുന്നു. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ദൈവത്തിന്റെ വിചാരം നിനക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുള്ള പ്ലാനുകൾ, ദൈവം നിന്റെ കുടുംബത്തിന്മേൽ വെച്ചിട്ടുള്ള ചില പ്ലാനുകൾ ഇന്ന് പകൽക്കാലം റിവീൽ ചെയ്യപ്പെടുക, തുറക്കുക. ദൈവം നിന്നെ തുറക്കുന്നു. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ദൈവം നിന്നെ തുറക്കട്ടെ. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ശുശ്രൂഷകൾ ദൈവം തുറക്കുന്നു, തുറക്കുന്നു. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലെന്ന് കരുതി നിന്നിൽ അതില്ലെന്ന് പറയരുത്, അവസാനിച്ചത് പറയരുത്, നിന്നുപോയത് പറയരുത്. ദൈവം നിന്നെ തുറക്കുകയാണ്, ദൈവം നിന്നെ തുറക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് സത്യമാണെങ്കിൽ നമ്മുടെ സാധ്യത അടഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുന്നത് സത്യമാണോ? ഇവിടെ വന്നിരുന്ന് യേശുവേ എന്ന് വിളിച്ച സത്യമാണോ? നിന്റെ സാധ്യത അടഞ്ഞിട്ടില്ല, സാധ്യത അടഞ്ഞിട്ടില്ല. അവൻ വാഴും, പറയാമോ? അവൻ വാഴുന്നത് കൊണ്ട്, അവൻ വാഴുന്നത് കൊണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, ആമേൻ. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുമെന്ന് പറയാൻ തന്റെ ഉള്ളവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അവൻ എന്റെ ഉപനിധിയാണ്. അവസാനത്തോടെ കേൾക്കുവാൻ
വിളിച്ചവൻ വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടുന്നതല്ല. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നിന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രായം കണ്ടോ, വിദ്യാഭ്യാസം കണ്ടോ, നിറം നോക്കിയോ, കുലം വ്യാഖ്യാനിച്ചു, അങ്ങനെ ഒന്നുമല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. അവന്റെ വിളി, അങ്ങനെ എഴുതിയിരിക്കുന്ന അവന്റെ വിളി, അവനാ നിന്നെ വിളിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവമാണ് തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ടുള്ളത്. ദൈവദാസൻ ലീഡ് ചെയ്തപ്പം ഒരു വെളിപ്പാട് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ? ഫലം കണ്ടോ, ബി ഫ്രൂട്ട്ഫുൾ. മനസ്സിലാകുന്നുണ്ടോ? ഫലം കൊടുക്കാൻ. ദൈവം നിന്നെ എന്തിന് കണ്ടോ ആ നിലവാരത്തിൽ ഫലം കൊടുക്കാൻ ദൈവം നിന്നെ വിളിച്ചതാണ്. നിന്റെ അകത്ത് എന്ത് ഇൻപുട്ടാണ് ഇടേണ്ടതെന്ന് അവനറിയാം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ അകത്തുള്ള ഇൻപുട്ട് എന്താണെന്ന് അവനറിയാം. സ്തോത്രം. നിന്നിലൂടെ എന്ത് പുറത്തു വരുമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. പ്രായത്തിന്റെ അപ്പുറം, കഴിവിന്റെ അപ്പുറം, സാഹചര്യങ്ങളുടെ അപ്പുറം, കുടുംബത്തിന്റെ അപ്പുറം നിനക്ക് ഉണ്ട് എന്ന് പറയുന്നതിന്റെ എല്ലാം അപ്പുറത്തുള്ളൊരു സാധ്യത ദൈവം നിന്നിൽ കണ്ടിട്ട് തന്നെയാണ് ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് ഇല്ലായ്മയോർത്ത്, സാഹചര്യം കണ്ട്, കുടുംബം കണ്ട്, സാമ്പത്തികം കണ്ട്, പ്രായം നോക്കി ഇന്ന് പകൽക്കാലം നീ തളരണ്ട. നിന്റെ ദൈവം വിശ്വസ്തൻ. ആത്മാവിൽ പ്രതികരിച്ചു, ആത്മാവിൽ പ്രതികരിച്ചു. ദൈവം ഈ പകൽക്കാലം ചിലതിനെ തുറക്കുകയാണ്, തുറക്കുകയാണ്, തുറക്കുകയാണ്. ദൈവസാന്നിധ്യം തുറന്നു വരിക, തുറന്നു വരിക. നീ ഇതുവരെ കാണാത്തത്, നീ ഇതുവരെ അനുഭവിക്കാത്തത്, നീ ഇതുവരെ കേൾക്കാത്തതായ ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ ദിവസങ്ങൾ ഉണ്ടാകുക. Thank you Jesus, 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 thank you Jesus. നിന്നെ എന്തിനു വിളിച്ചോ ആ വിളി തെളിവാകുന്ന ദിവസങ്ങളാണിത്. നിന്റെ വിളി, നിന്റെ വിളിയുടെ പൂർണ്ണതയിലേക്ക് നീ വരുന്ന ദിവസങ്ങളാണിത്. ദൈവം തെളിയിക്കുന്ന നാളുകളാണിത്. ദൂത ദൂത ദൈവം നിന്നെ തെളിയിക്കുന്ന, നിന്റെ കാത്തിരിപ്പ് നഷ്ടമല്ലെന്ന് തെളിയിക്കുന്ന, നിന്റെ പ്രാർത്ഥന നഷ്ടമല്ലെന്ന്, നിന്റെ ഉപവാസം നഷ്ടമല്ലെന്ന് തെളിയിക്കപ്പെടുന്ന ദിവസങ്ങൾ, തെളിയിക്കപ്പെടുന്ന ദിവസങ്ങൾ. അഭിഷിക്തനെ ആത്മാവങ്ങനെ ദൂത് പറയുന്നല്ലോ. ഈ ദൂത് കയറി കത്തട്ടെ, ഹൃദയത്തെ ചൂടുപിടിപ്പിക്കട്ടെ. നിന്റെ കരിതിരികൾ മുറിച്ചു മാറ്റുന്ന പകൽക്കാലമായി ദൈവം മാറ്റട്ടെ.
ദൈവ സാന്നിധ്യം കൊണ്ട് നീ പണിയപ്പെടും. ദൈവ സാന്നിധ്യം കൊണ്ട് നീ വളരും. അഭിഷേകത്തിന്റെ പൂർത്തി നിമിത്തം നുകങ്ങൾ തകരും. ആയില്ലേ ആലയത്തിൽ പോകുന്നു, യാഗങ്ങൾ നിരന്തരം നടത്തുന്നു, ഇല്ലേ? കുറെ ആയില്ലേ? നിന്റെ യാഗം വേണ്ടതുപോലെ ദൈവം പ്രസാദിക്കുന്നില്ല. അതാണ് ഇതിന്റെ കാരണം. പറഞ്ഞില്ലേ ആളുകൾ? പറഞ്ഞില്ലേ? നീ ശരിയല്ലെന്ന് പറഞ്ഞില്ലേ? പലാവർത്തി ഇതൊന്ന് വിശദീകരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. നീ വിശദീകരിക്കണ്ട, നീ മിണ്ടാതിരുന്ന് നിന്റെ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി വിധി പുറപ്പെടുവിക്കും. ന്യായീകരിക്കാനോ തെളിയിക്കാനോ അതങ്ങനല്ല, അതിങ്ങനെ ഒന്നിനും നീ പോകണ്ട. നിന്റെ ദൈവം ഒരിക്കൽ ഗർജിക്കുന്ന സിംഹം പോലെ നിനക്ക് വേണ്ടി എൻ്റെ ദാസനെ തുടരുത് എന്ന് പറയുന്ന തലത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്നൊരു ദിവസമുണ്ട്. യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ചെയ്യരുതെന്ന് പറയുന്നത് പോലെ ദൈവത്തിന് ചില പ്രത്യേക ഇടപെടലുകൾ നമ്മൾ ന്യായീകരിക്കാനും കാര്യം പറയാൻ പോയാൽ എത്ര ആളുകളോട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം? ഇതെല്ലാം ബോധ്യപ്പെടുത്തിയാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതേ കേൾക്കൂ. ഞാൻ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ തകർച്ചകളുടെ വാർത്തകളെ ശ്രദ്ധിക്കൂ. അല്ലേ? ശരിയല്ലേ? അപൂർവങ്ങളിൽ അപൂർവം, വിരലിൽ എണ്ണാവുന്ന ആളുകളൊക്കെ കാണുള്ളൂ സത്യസന്ധമായി നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപൂർവങ്ങൾ. ബാക്കിയെല്ലാവരും കാത്തിരിക്കുന്ന വാർത്തകൾ എൻ്റെ വീഴ്ചയുടെ വാർത്തയാണ്. എന്തായിരുന്നു അവൻ്റെ ഒരു പ്രാർത്ഥന, അവൻ്റെ യെരുശലേമിലേക്കുള്ളൊരു യാത്ര, അവനും എലിസബത്തും എന്താ നീതിമാന്മാരാണെന്ന് അവർ പറയുന്നേ അല്ലേ? എന്തെല്ലാം പടച്ചു വിട്ടു ആളുകൾ. എഴുതാവുന്നതിൻ്റെ മാക്സിമം എഴുതിയില്ലേ? പറയേണ്ടതിൻ്റെ മാക്സിമം പറഞ്ഞു വെച്ചില്ലേ? അടയ്ക്കാവുന്നതിൻ്റെ മാക്സിമം അടച്ചു വെച്ചില്ലേ? ഇല്ലേ ദേവദാസനെ? എല്ലാ പരിപാടികളും അവസാനിച്ചപ്പം സെക്കറിയാവിനും എലിസബത്തിനും അവർക്ക് അവരിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ ഇനി അതില്ല എന്ന അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പം അത് വിശ്വസിക്കാൻ ഹൃദയവും ശരീരവും ഒരുപോലെ
നിർബന്ധിക്കുന്ന കാലഘട്ടത്തിൽ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് വാർദ്ധക്യത്തിൽ ദൈവം പറയുകയാണ്, സഖരിയാവേ, ഞാൻ നിന്നെ തുറക്കാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത തൻ്റെ നല്ല വചനങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, തിരുവായി കൊണ്ട് അരുളി ചെയ്യുന്നത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുന്നമേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്ന ദൈവത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ വിശ്വസിച്ചു കൊള്ളുക. ഈ അടഞ്ഞ മണ്ഡലത്തെ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കും. ഒരുത്തന്റെയും സഹായം ദൈവത്തിന് വേണ്ട. നിന്നെ ഉയർത്താൻ, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ വഴി നടത്താൻ ദൈവത്തിന് ദൈവത്തിൻ്റെ വഴിയുണ്ട്. ദൈവത്തിന് ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. ആരുടെയും ഒത്താശ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് അതിൻ്റെ ഗതികേടില്ല. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. എൻ്റെ യേശു ജീവിക്കുന്നവനാണ്. മരണത്തെ, പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലഭാഗെ എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇന്ന് പകലിൽ മധ്യസ്ഥത അണയ്ക്കുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഒരു സംഘടനയാണ് വളർത്തുന്നെങ്കിൽ എത്രത്തോളം ഒരു സംഘടനയ്ക്ക് വളർത്താൻ പറ്റും? പറ. ഒരു വ്യക്തിയാണ് വളർത്തുന്നെങ്കിൽ എത്രത്തോളം പറ്റും? പരിധികളില്ലേ? പരിമിതികളില്ലേ? സാഹചര്യങ്ങൾക്കൊത്തവണ്ണം വേരിയേഷൻ സംഭവിക്കില്ലേ? സംഭവിക്കുമല്ലോ. പക്ഷെ എൻ്റെ ദൈവം പരിധിയില്ലാത്ത ദൈവം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു നവദമ്പതികളുടെ കാര്യമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. വയസ്സ് ചെന്ന് എലിസബത്ത് മച്ചിയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിന്ന് 100% നടക്കത്തില്ലെന്നുള്ള റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം പറയുകയാണ്, സഖരിയാവേ, സഖരിയാവേ, അവിടെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നെന്ന്. എന്തൊരു വിശ്വാസമാണത്! ഈ 5-ാം പകലിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആലയത്തിൽ വന്നതൊരു പ്രതീക്ഷയോടെയല്ലേ? അല്ലേ? എന്നാ വെറുതെ ഇരിക്കുന്ന, എന്നാ ചർച്ചിൽ പോയിരിക്കാം എന്ന് പറഞ്ഞു വന്നാണോ? ഇച്ചിരി AC കൊള്ളാമെന്ന് പറഞ്ഞു വന്നാണോ? അല്ലല്ലോ. ഒരു പ്രതീക്ഷയോടെ വന്നല്ലേ? അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ മനുഷ്യൻ പറയുമായിരുന്നു. എൻ്റെ യാചനകളുടെ ശബ്ദം അവന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ മനുഷ്യനുണ്ടായിരുന്നു.
സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നൊഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും എൻ്റെ ദൈവം മറുപടി തരുമെന്ന് ആ മനുഷ്യൻ പറയുമായിരുന്നു. കൂട്ടുകാരുടെ നടുവിൽ, വീട്ടുകാരുടെ നടുവിൽ, സഹശുശ്രൂഷകരുടെ നടുവിൽ, സമൂഹത്തിൻ്റെ നടുവിൽ താൻ ഓരോ ചോദ്യങ്ങളും വെല്ലുവിളികളും നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യൻ പറയുമായിരുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇത്രയ്ക്ക് ഡെഡ് എൻഡിൽ നമ്മൾ വന്നിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരും ഇത്രയും ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എവിടെങ്കിലൊക്കെ ഒരു സാധ്യത കണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു സാധ്യതയുമില്ലാത്തവനെ അങ്ങനെ തുറക്കാമെങ്കിൽ നമ്മുടെ യുക്തിയിലും ബുദ്ധിയിലും ഒക്കെ നോക്കുമ്പോൾ പല സാധ്യതകൾ കാണുന്ന നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കില്ലേ? ആമേൻ പറ. എല്ലാവരും ഒരുപോലെ വിഷമിപ്പിക്കുമ്പോഴും താൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥന. 94-98 കാലഘട്ടത്തിൽ എൻ്റെ അമ്മ സൗദിയിൽ പോകാൻ ഒരു അവസരം ഉണ്ടായി. സമ്പാദിക്കാൻ വേണ്ടി പോയതല്ല. അച്ഛൻ്റെ ഉപദ്രവം കലശലായി മാറിയപ്പം എല്ലാ വഴികളും അടഞ്ഞു എന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പം മകൻ്റെയും മകളുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വെച്ച് മരിക്കണ്ടെന്ന് പറഞ്ഞ് ആരും അറിയാത്തൊരു ദേശത്ത് പോയി ഒടുങ്ങാൻ വേണ്ടി പോയതായിരുന്നു എൻ്റെ അമ്മ. 94-98 കാലഘട്ടത്തിൽ സൗദിയിൽ മരിക്കാൻ വേണ്ടി പോയതായിരുന്നു എൻ്റെ അമ്മ. അന്ന് റാന്നിയിലും പൊടിയാടിയിലുമുള്ള 2 നഴ്സുമാർ അവരുടെ സന്ധ്യാപ്രാർത്ഥന അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ നടുവിൽ അമ്മ അനുഭവിച്ചൊരു സമാധാനം, അത് യേശു ആരാണെന്നറിയാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ എൻ്റെ അമ്മ അവിടെ വെച്ച് പരിചയപ്പെട്ടു. മരിക്കാൻ പോയ എൻ്റെ അമ്മ നിത്യജീവന്റെ അവകാശിയായി മാറി. 98 നാട്ടിൽ വന്നു. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ അമ്മ പെന്തിക്കോസിൽ പോയതിൽ എനിക്ക് അന്ന് അമർഷം തോന്നി. ക്രിസ്ത്യാനികൾ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അരിശം വന്നു തുടങ്ങി. പാസ്റ്റർമാരെന്ന് കേട്ടാൽ അതിനേക്കാൾ അരിശം വരുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പോകുന്ന എൻ്റെ അമ്മയെ ഞാൻ ഉപദ്രവിക്കുമായിരുന്നു. സ്നേഹം അമ്മയോടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പെന്തിക്കോസ് അനുഭവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബൈബിൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മ കൊണ്ട് നടക്കുന്ന ബൈബിൾ എറിയാൻ അച്ഛനും ഞാനും ഒരുപോലെ നിന്നു. എൻ്റെ അനിയത്തി പാവം, ആ കൊച്ച് എന്തു ചെയ്യും? അമ്മയുടെ കൂടെ അവളും പ്രാർത്ഥനയ്ക്ക് പോകുമ്പം അവളെ പിടിച്ച് ഞാൻ തല്ലുമായിരുന്നു. ഞാൻ അറിവ് വെച്ച് വലുതായി വന്നപ്പം ഞാനും അമ്മയെ ഉപദ്രവിച്ചു തുടങ്ങി. 98 മുതൽ 2005 ജനുവരി മാസം 18-ാം തീയതി ഉച്ച 1:35 വരെ ഞാൻ അമ്മയെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാമോ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് പേരിൽ ഞാനത് ചെയ്യുമായിരുന്നു. പക്ഷെ 98 മുതൽ അച്ഛൻ്റെ ക്രൂരമായ പീഡനത്തിനു ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എന്നോ കേട്ടൊരു ദൈവശബ്ദം, ആദിഫലം ക്രിസ്തുവിനുള്ളത് എന്ന ഒറ്റ പദം. ബൈബിൾ കൂടുതലൊന്നും അറിയില്ല, പക്ഷെ ഇത് തൻ്റെ കാതുകളിൽ കേട്ടത് ഞാൻ രാത്രി ഉറങ്ങുമ്പം തൻ്റെ കൈ തലയിലേക്ക് വെച്ചിട്ട് പറയും, ആദിഫലം ക്രിസ്തുവിനുള്ളത്. എപ്പം?
പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴല്ല, ഞാൻ ഉപവസിച്ചപ്പോഴല്ല, ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല, യോഗത്തിന് പോകുമ്പോഴല്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോഴല്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്ന എൻ്റെ അമ്മയെ ഞാൻ ഉപദ്രവിക്കുന്ന കാലഘട്ടം, പെന്തിക്കോസുകാരുടെ അന്യഭാഷ അവർ പറയുന്നതിനേക്കാൾ നന്നായി ഞാൻ പറയുന്ന കാലഘട്ടത്തിൽ, പ്രതീക്ഷ നഷ്ടപ്പെടാതെ ദൈവത്തെ വിശ്വസിച്ച് ഒരു മാതാവ് ഈ തലയിൽ കൈവച്ച് പറയുമായിരുന്നു, ആദിഫലം ക്രിസ്തുവിന്. തൻ്റെ ഇടമുണ്ട് ഇപ്പൊ കൽക്കാലം അങ്ങനെ ചെയ്യാൻ. ധൈര്യപ്പെടും മാതാപിതാക്കളെ, ധൈര്യപ്പെട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഞാൻ ഈ പറയുന്ന ചില ദൂതാണ്. നിന്റെ തലമുറയെ നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. രാത്രിയിൽ സീരിയലും കണ്ട് വാ പുളർന്ന് ഉറങ്ങുകയല്ല വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ചങ്ക് പൊട്ടി തലമുറകളുടെ തലയിൽ കൈവച്ച്, അപ്പാ ഇവൻ ഇങ്ങനെയാകണമെന്നൊരു സ്വപ്നം വേണം. സ്വപ്നം കാണു തലമുറകളെ ചൊല്ലി. അങ്ങനെയും വളർന്നാൽ മതിയോ? പോരല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെടുക്കണ്ടേ? പറ. അപ്പച്ചമാര് അമ്മച്ചിമാര് വേണ്ടേ? നിങ്ങൾ അടിപൊളി AC കോളും പണിതിട്ടിട്ട് നാളുകളിൽ തലമുറകൾ ഇതിനകത്ത് ആരാധിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനത് പണിതിട്ടിട്ട്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസിച്ചാൽ ഒരു 30 വർഷം കഴിഞ്ഞെന്നിരിക്കെ, എന്നിട്ടാ കർത്താവ് വരുന്നത് ചിന്തിക്ക്. ഇവിടുത്തെ ചെറുപ്പക്കാർ ഇതിനകത്തില്ലെങ്കിൽ, നാളത്തെ തൂണുകളാകേണ്ട കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ആരാധിക്കാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഉപവാസം ഇരുന്നിട്ട് അർത്ഥം എന്താണ്? ഫിസിക്സിനും ബയോളജിക്കും എല്ലാം മാത്സിനും ഒക്കെ നിങ്ങൾ ട്യൂഷന് വിട്ടോ, നല്ല കാര്യം. പറഞ്ഞു വിട്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല കാര്യം, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇത് പിടിക്കണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ടു ദേവദാസൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദർശനമാണത്, ഒരപ്പന്റെ ഹൃദയമാണത്. സ്വതന്ത്രം ചെയ്യുന്നു. ആത്മീയ ജനനത്തിന് വേണ്ടി പ്രസവി വേദന എടുക്കുന്ന ഒരു ഇടയന്റെ ശബ്ദമാണത്. നമ്മുടെ കണ്ണുകൾ അടഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് എടുക്കുവോ? വേണ്ടേ? എടുക്കണ്ടേ? അവർ നമ്മേക്കാൾ നന്നായി പ്രാർത്ഥിക്കണ്ടേ? നമ്മേക്കാൾ നന്നായി ആത്മാവിൽ ആരാധിക്കണ്ടേ? അവർ നമ്മേക്കാൾ നന്നായി പ്രസംഗിക്കണ്ടേ? അവർ ധീര സാക്ഷികളാകണ്ടേ? വേണ്ടേ? പ്രായത്തിലും വാർദ്ധക്യത്തിലും സഖര്യാവ് മുടക്കാതിരുന്നത് പ്രാർത്ഥനയായിരുന്നു. എന്നും ഭക്ഷണം കഴിച്ചു അറിയത്തില്ല, നല്ല വസ്ത്രം ധരിച്ചു അതറിയത്തില്ല, പക്ഷേ താൻ പ്രാർത്ഥിക്കുമായിരുന്നു. കൃപയുടെയും യാചനയുടെയും ഒരാത്മാവ് ഇതിനകത്ത് ചലിച്ചിരുന്നെങ്കിൽ മടുപ്പൊക്കെ മാറ്റ്, മടി മാറ്റ്, ഉദാസീനത വലിച്ചെറിയ. ആത്മാവിൽ ഇന്ന് പകൽക്കാലം കാത്ത് യെരൂശലേമിന്റെ മതിൽ ചുട്ടരിച്ച് കിടക്കുന്ന എത്ര ആള് കണ്ടു ഇല്ലേ? ഒത്തിരി പേര് കണ്ടില്ല. അതൊക്കെ നെഹമ്യാവ് വാർത്ത കേട്ടതേ ഉള്ളൂ. കൊട്ടാരത്തിൽ വെച്ച് തന്റെ ചാങ്കു പൊട്ടിപ്പോയി. പെന്തിക്കോസ്തിന്റെ 3ഉം 4ഉം തലമുറയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, പെന്തക്കോസ്തിന് ഇന്നത്തെ അവസ്ഥ കണ്ട് ചങ്ക് പൊട്ടുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പൊട്ടുന്നുണ്ടോ? കസേരയും കളിച്ച്, രാഷ്ട്രീയം കളിച്ച്,
ജഡത്തിൽ പോരാടി ദ്രവ്യാഗ്രഹത്തിന്റെ സകല അഭ്യാസവും തികഞ്ഞ് ലജ്ജയായതിൽ മാനം തോന്നി. ആത്മികരാകേണ്ടവർ ജഡീകരായി, പ്രാകൃതരായി, ആത്മാവില്ലാത്തവരായി, സഭയ്ക്കകത്ത് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കേണ്ടവർ തമ്മിൽ തല്ലി. ചങ്ങുപൊട്ടുന്നുണ്ടോ? എന്റെ കൂട്ടു സഹോദരന് വേണ്ടി, എനിക്ക് വേണ്ടി മുടക്കിയ അതേ വിലയാണ് തമ്പുരാൻ കൊടുത്തത്. അതുപോലും മറന്നിട്ട് അവന്റെ കുതികാല് വെട്ടുന്ന പെന്തിക്കോസുകാരന്റെ അനുഭവം കണ്ടിട്ട് ഇന്ന് പകൽക്കാലം ഒരാളെങ്കിലും ചങ്ക് പൊട്ടി എഴുന്നേറ്റെങ്കിൽ കയ്യടിയും ബഹളവും ഡ്രമ്മും തമ്പേറും ഓർഗണും പെരുപ്പ്, ഇതൊന്നുമല്ല ഉണർവ്, ഇതൊന്നുമല്ല ഉണർവ്. കരയാൻ കണ്ണിൽ കണ്ണ് നീരി പകൽക്കാലം വരണം കേട്ടോ. സ്വത്രം പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കണം. ചാങ്ക് പൊട്ടി അപ്പോ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, ഞങ്ങൾ വികലമായത് ചെയ്തപ്പോ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് കത്തേണ്ട വിളക്കുകളൊക്കെ കെട്ടുപോയിട്ടും ഇതൊന്നും തിരിച്ചറിവില്ലാതെ ഇതിനകത്ത് കയറി ജഡത്തിൽ പൊളച്ച് പാപം യഥേഷ്ടം ചെയ്തു കൂട്ടി ദ്രവ്യത്തിന്റെ അഹങ്കാരം കാണിച്ച് നിഗളമുള്ള ഹൃദയത്തിനകത്ത് നീങ്ങുന്ന ആത്മീകരെന്ന് പറഞ്ഞു നടക്കുന്ന പ്രാകൃതരെ കണ്ടിട്ട് ദൈവത്തിന്റെ സഭയിലുള്ള ദൈവജനമെ ചാങ്കുപൊട്ടണം. കാറും വീടും പഠിപ്പും വിസയും മാത്രം മതിയോ പെന്തിക്കോസിന്? അത് മാത്രം മതിയോ? പെന്തിക്കോസിന്റെ അനുഭവം മടങ്ങി വേണ്ടേ? പിതാക്കന്മാർ ആരെയും മുറുക്കി ഇറങ്ങിയത് ഒത്തിരി കഴിച്ചത് കൊണ്ടല്ലോ, ആത്മാവിന്റെ ശക്തി കൊണ്ടല്ലേ. പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ കുറവായിരുന്നു കാണും അന്ന്. ഇന്നതെല്ലാം ഉണ്ട്. ചോർന്നു പോയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ലേ? സഹോദരനൊരു വിഷയം വന്നാൽ എല്ലാവരും വന്നിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പെന്തിക്കോസിന്റെ ആദ്യകാലങ്ങളിൽ. ഇന്ന് നമ്മുടെ ഒരു വിഷയം സഭയ്ക്കകത്ത് എഴുന്നേറ്റ് പറയാൻ പറ്റുമോ? വിശ്വസിച്ച് പറയാൻ പറ്റുമോ സഭയ്ക്കകത്ത്? എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എൻ്റെ പ്രിയ ദൈവസഭ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എത്ര പറഞ്ഞാൽ തീർന്നു, നമ്മുടെ ചീട്ട് കീറി. ഞങ്ങൾ ദൈവദാസന്മാർക്ക് സഭയിൽ, ദൈവമക്കളെ ഇന്നൊരു വിഷയം എനിക്കുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? മനസ്സ് തുറന്ന് പറ്റുമോ? അന്ന് കത്തെഴുതി കൊടുക്കില്ലേ? ഞങ്ങളുടെ പാസ്റ്റർ ഗതി കെട്ടവനാ, മാറ്റ് പറഞ്ഞു കൊടുക്കില്ലേ? ഇനി ഞങ്ങളുടെ ദൈവദാസന്മാരുടെ ഇടയിൽ എൻ്റെ വിഷയം ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടോ? ഞാനൊന്ന് തളരുമ്പം, ഞാനൊന്ന് ക്ഷീണിക്കുമ്പം, സാരമില്ല ദൈവദാസനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കരം പിടിക്കുന്നവരുണ്ടോ? എനിക്ക് മഹാദേവദാസനെ സാരമില്ലെന്ന്, ദൈവം കൂടിയിരിക്കുമെന്ന്, ഞാനും വരെ അല്പസമയം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് എത്ര പേർ വരും എൻ്റെ കൂടെ? എൻ്റെ വിഷയം ഞാൻ ഷെയർ ചെയ്താൽ കഴിഞ്ഞ് പ്രസ്ഥാനത്തിനകത്തുള്ള എൻ്റെ പരിപാടി. പോട്ടെ, കൂട്ടത്തിലുള്ള ഒരു ദൈവദാസൻ ഒരു നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ തീർന്നു ആ സെൻട്രൽ അദ്ദേഹത്തിൻ്റെ വഴി, അതോടുകൂടെ തീർന്നു. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു?
ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? ക്ഷമയെക്കുറിച്ചല്ല, ദീർഘക്ഷമയെക്കുറിച്ച് പറയുന്നു. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? മാനസാന്തരത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? കൂട്ടായ്മ, ഫെലോഷിപ്പിനെ പറ്റി പറയുന്നു. അസൂയ എന്ന പാപം, ആ കൊടിയ പാപം നമ്മുടെ ഇടയിലല്ലേ കൂടുതൽ? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാൻ നിരുപാധികം ക്ഷമ പറയാം. ആരുടെയും കാലുപിടി ഞാൻ ക്ഷമ പറയാം. മനുഷ്യൻ പ്രാർത്ഥിച്ചു കേട്ടോ. വാർത്ത കേട്ടപ്പം, യെരൂശലേമേ മതിലിടിഞ്ഞത് കേട്ടപ്പോ ചങ്കു പൊട്ടി. ഒരു ദേവദാസൻ അവിടെ വീണു, ഒരു ദേവദാസൻ ഇവിടെ വന്നു. അങ്ങനെ ഇതൊക്കെ കേൾക്കും. എന്തായിരുന്നു അവൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന, അവൻ്റെ ഒരു പ്രസംഗം, അവൻ്റെ ഒരു അന്യഭാഷ, അവൻ്റെ ഒരു ചാട്ടം. ഇത് പറയാൻ എനിക്ക് പറ്റും, നിങ്ങൾക്ക് ഈസിയാണത്. പക്ഷെ ചങ്കു പൊട്ടി. എൻ്റെ ദൈവമേ, ആ ദൈവദാസനെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ, എൻ്റെ കൂട്ടുവിശ്വാസി ഒന്ന് പൊക്കിയെടുക്കണമേ. കരഞ്ഞവൻ രംഗത്ത് വന്നപ്പോ ഉണ്ടല്ലോ, ആത്മാർത്ഥമായി ദുഃഖിച്ചവൻ രംഗത്ത് വന്നപ്പം ഇടിവുകളൊക്കെ നന്നായി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? സമയം മുന്നോട്ട് പോകുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ. കരഞ്ഞവൻ രംഗത്ത് വന്നു കേട്ടോ. പ്രാർത്ഥിച്ചിരിക്കണേ, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണേ. കരഞ്ഞവൻ രംഗത്ത് വന്നപ്പം, ഉപവസിച്ചവൻ രംഗത്ത് വന്നപ്പം, പ്രാർത്ഥിച്ചവൻ രംഗത്ത് വന്നപ്പം, നിന്നാപാത്രമായത്, പണിയത്തില്ലെന്ന് പറഞ്ഞത്, അപ്പച്ചന്മാരെ വയ്യെങ്കിൽ കുഴപ്പമില്ല, സംഭവിച്ചറിയാമോ? ഒരു കുറുക്കം വരെ കയറി ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പണിതില്ലേ? പറ, പണിതില്ലേ? പണിയപ്പെട്ടില്ലേ? ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ കണ്ട നിന്നയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയില്ലേ? നീണ്ട 400 വർഷത്തിന്റെ അപ്പുറം യെരൂശലേമിൽ, ഇസ്രായേലിൽ നിന്നുപോയ ദൈവത്തിന്റെ ഇടപെടൽ ഒരു പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ സംഭവിച്ചില്ലേ? നിങ്ങൾ പറ, സംഭവിച്ചില്ലേ? പടഞ്ഞുപോയി, അതെല്ലാം സത്യമായിരിക്കാം. പക്ഷെ നീ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റാൽ ചരിത്രം മാറാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചോ, കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 400 വർഷത്തിലധികമായി ഒരിടപെടലില്ലാതെ വരണ്ടുപോയ ആത്മീയ സ്വന്ത ജനമെന്ന് പറഞ്ഞ ആ ജനത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ ഇടപെടലുകളായി ദൂതൻ ഇറങ്ങി വന്ന് നിൽക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേറ്റാൽ, നിന്റെ അകത്തുള്ള പ്രാർത്ഥനാ മനുഷ്യൻ ഈ പകൽക്കാലം എഴുന്നേറ്റാൽ, കൃപയുടെ യാചനയുടെ ആത്മാവിനാൽ ഇന്ന് പകലിൽ നീ നിറഞ്ഞ് നീ ഒന്ന് എഴുന്നേറ്റാൽ, വർഷങ്ങളുടെ വരണ്ട നിലങ്ങൾ, മരുവു കിടക്കുന്ന സ്ഥലങ്ങൾ, ഉണങ്ങി കിടക്കുന്ന സ്ഥലങ്ങൾ, നീർത്തോട് ഒഴുകുന്ന ആമേനിടമായി തീരുന്നത് പോലെ, നനവുള്ള തോട്ടം പോലെ ഈ സഭയുടെ അന്തരീക്ഷം മാറാൻ തുടങ്ങുന്ന ആത്മാവ് ഇടപെടുന്നല്ലോ. അപ്പൊ എന്റെ കണ്ണ് സമർപ്പിക്കുന്നു, പ്രാർത്ഥിച്ചേ. എൻ്റെ അധരം സമർപ്പിക്കുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങൾ സമർപ്പിക്കുന്നു, എൻ്റെ കൈകളെ, എൻ്റെ കാലുകളെ ഞാൻ സമർപ്പിക്കുന്നു. ലോർഡ്,
എന്റെ പരാജയങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്ത്, ഉപവസിക്കേണ്ട സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചോ. അലക്ഷ്യമായി നിൽക്കാതെ പ്രാർത്ഥിച്ചേ.